നിഖിൽ, പാലക്കാട് MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതിന് ശേഷം പിന്നീട് ഫോണിൽ പോലും ലഭ്യമാകുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത്. രാഹുൽ എവിടെയെന്നുള്ള സൂചനയുണ്ടോ? വലിയ രീതിയിലുള്ള ഒരു ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ അപ്പോഴൊക്കെ രാഹുലിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രതിരോധം എന്ന് പറയുന്നത് പരാതി എവിടെ എന്നുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ഇരയാക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായതിന് പിന്നാലെ രാഹുലിന്റെ എല്ലാ പ്രതിരോധവും പൊളിയുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് പാലക്കാട്ടെ MLAയുടെ ഓഫീസിലാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അദ്ദേഹം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വളരെ ആഘോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ഓഫീസിലാണ് ഞാനുള്ളത്. ഈ ഓഫീസ് ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. രാഹുലിന്റെ വാഹനം നമുക്കിവിടെ കാണാൻ കഴിയും. അതിൽ നിന്ന് MLA ബോർഡ് ഇതിനോടകം തന്നെ നീക്കിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ വലിയ പോലീസ് കാവലിലായിരുന്നു ഈ ഓഫീസ്. കാരണം DYFIയുടെ യുവമോർച്ചയുടെ ഒക്കെ പ്രതിഷേധങ്ങൾ ഇവിടേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് കാവലിലായിരുന്നു ഈ ഓഫീസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജില്ല വിട്ടിരിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. രാഹുലും സംഘവും, അതായത് രാഹുലിനൊപ്പം 2 സഹായികൾ മാത്രമേ ഉള്ളൂ. ഇവരിപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലേക്ക് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇന്ന് നിരവധി കൺവെൻഷനുകൾ, 2 കൺവെൻഷനുകളിൽ പങ്കെടുക്കാമെന്ന് രാഹുൽ ഏറ്റിരുന്നു. നമുക്കറിയാം ഈ വിവാദത്തിന് പിന്നാലെ ഒരു സജീവമായിട്ടുള്ള പരിപാടികളിൽ നിന്ന്, വേദികളിൽ നിന്ന് പിൻവാങ്ങിയ രാഹുൽ ഇടവേള ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പോലീസിന് മൊഴി നൽകിയ പരാതിക്കാരെ ഡിജിറ്റൽ മെഡിക്കൽ തെളിവുകൾ കൈമാറിയിരുന്നു. അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വരുന്നുണ്ട്. മുൻകൂർ ജാമ്യത്തിന് സെഷൻസ് കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാനാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കുന്നത്. റിനു ശ്രീധർ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. റിനു, ഇനിയിപ്പോൾ ഈ അറസ്റ്റ് ഒഴിവാക്കാനുള്ള നടപടികളിലേക്കൊക്കെ രാഹുൽ കടക്കുമല്ലോ. ഹൈക്കോടതിയോ സെഷൻസ് കോടതിയോ സമീപിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? നിലവിൽ ഇന്നലെ തന്നെ എറണാകുളത്ത് അഭിഭാഷകരുമായി രാഹുൽ മാങ്കൂട്ടം ബന്ധപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ ഹൈക്കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു ഇത്തരം കേസുകളിൽ ഹൈക്കോടതിയിൽ നേരിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകരുത് എന്നുള്ളത്, സെക്ഷൻസിലായിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സെക്ഷൻസ് കോടതിയിലായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷ നൽകുക എന്നുള്ളതാണ്. പക്ഷേ ഏത് സെക്ഷൻസ് കോടതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്തായാലും ഈ പെൺകുട്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷൻ പരിധിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് നേമം സ്റ്റേഷനിലാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് നേമം പോലീസ് സ്റ്റേഷനിൽ കൈമാറും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ തന്നെ ആ വാർത്ത നമ്മൾ നൽകുകയും ചെയ്തു. MLA ഓഫീസിൽ അദ്ദേഹം എത്തിയിട്ടില്ല, വീട്ടിലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ അടക്കം ഫോണുകൾ സ്വിച്ച് ഓഫ് ആകുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും സൈബർ വിങ്ങിന്റെ സഹായത്തോടു കൂടി അത്തരമൊരു അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും ഷഫീദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഉന്നത IPS വനിതാ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ നിലവിൽ അന്വേഷണം ആരംഭിക്കും എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ തന്നെ ഈ വനിതാ IPS ഉദ്യോഗസ്ഥ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടിയെ സമീപിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ പുറത്തു വന്ന ഘട്ടത്തിൽ. പക്ഷേ ആ സാഹചര്യത്തിൽ ഒന്നും തന്നെ ഈ പെൺകുട്ടി പരാതി നൽകുവാൻ, അതായത് പരാതി എഴുതി നൽകുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പരാതി എഴുതി നൽകിയിരിക്കുന്നു. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിൽ, അതായത് റൂറൽ SP സുദർശന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയത്. അതിനെ തുടർന്നാണ് ഈ വലിയമല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് പോലീസ് കോടതിയിൽ ഒരു അപേക്ഷ നൽകും. അതായത് 164 സ്റ്റേറ്റ്മെന്റ് കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിൽ അപേക്ഷ നൽകും ഇന്ന് 10 മണിയോടുകൂടി. അതിനുശേഷമായിരിക്കും ഈ പെൺകുട്ടിയെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ച് 164 സ്റ്റേറ്റ്മെന്റ് കൂടി നൽകുക. ഈ 164 സ്റ്റേറ്റ്മെന്റ് കൂടി എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും പോലീസ് എന്നുള്ളതാണ്. അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്ക് കടക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കേസ് നിലവിൽ എടുത്തിരിക്കുന്നു, FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. നിലവിൽ വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിക്കുക, ഗർഭചിത്രം നടത്തുക എന്നീ വകുപ്പുകളാണ്. ഏകദേശം 10 മുതൽ 12 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ അല്ലെങ്കിൽ കുറ്റങ്ങളാണ്. ശരി, തുടരുക. ഇപ്പോൾ നിഖിൽ പ്രമേഷ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നൊരു സംശയമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നാണ് സംശയം. അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന സംശയത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാലക്കാട്ടേക്ക് വിട്ടത് എന്നാണ് നിഖിൽ പ്രമേഷ് ഇപ്പോൾ നൽകുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ നിഖിലിനോട് തന്നെ ചോദിക്കാം. നിഖിൽ, രാഹുൽ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരികയാണല്ലോ. രാഹുലിന്റെ നമ്പർ ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയാണോ? പ്രവിത, രാഹുലിന്റെ 3 നമ്പറുകളാണുള്ളത്. ഈ 3 നമ്പറുകളും സ്വിച്ച് ഓഫ് ആണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ, അതായത് കണ്ണാടിയിൽ പ്രചരണത്തിന് പോവുകയായിരുന്നു. ഒരു നിഖിൽ കണ്ണാടി എന്ന KSUവിന്റെ മുൻ അധ്യക്ഷന്റെ പ്രചാരണത്തിന് വേണ്ടി പോവുകയായിരുന്നു രാഹുൽ. ആ സമയം മുതൽ
അപ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അതായത് അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടു എന്നുള്ള പരാതികൾ പുറത്തു വരുന്നത് ആ സമയത്താണ്, എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ആ സമയത്താണ്. ആ നിമിഷം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ നമ്പറുകൾ സ്വിച്ച് ഓഫ് ആണ്. 3 നമ്പറിലും രാഹുലിനെ കിട്ടുന്നില്ല. രാഹുലിന്റെ സഹായികളുടെ നമ്പറും സ്വിച്ച് ഓഫ് ആണ്. ഒരു പക്ഷേ ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ട് എവിടെയാണ് രാഹുൽ ഉള്ളത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു പിന്നാലെയാണ് അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് കടന്നത്. പരിപാടികളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തു എന്ന് സജീവമായി രാഹുലിന്റെ ഒപ്പമുള്ള ആളുകളെ പോലും അറിയിച്ച ശേഷമായിരുന്നു ഇവിടെ നിന്ന് കടന്നു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിനുള്ള സജീവമായിട്ടുള്ള ശ്രമം രാഹുൽ നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ, അത് ലഭ്യമായ ശേഷം മാത്രമേ രാഹുലിനെ തിരിച്ചെത്താൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് സ്വാഭാവികമായിട്ടും എളുപ്പത്തിൽ മാറി നിൽക്കാൻ കഴിയുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് കോയമ്പത്തൂർ വഴി ഒരുപക്ഷെ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഇതിൽ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഒരു സൂചന, ഒരു വ്യക്തത കൈവന്ന ശേഷമേ രാഹുൽ തിരിച്ചെത്തിയേക്കൂ എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നു. ഞാനിപ്പോഴും ഈ രാഹുലിന്റെ പാലക്കാട്ട് MLA ഓഫീസിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ പോലീസ് കാവലുണ്ട്, പോലീസ് സേന അങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ട് എന്ന് അറിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും യുവജന സംഘടനകളുടെ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും. നമ്മൾ ഇന്നലെ ഇവിടെ കണ്ടതാണ്. DYFIയുടെയും യുവമോർച്ചയും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഓഫീസിലേക്ക് ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ തന്നെ രാഹുലിനെ മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ല എന്നുള്ള നിലപാട് യുവമോർച്ച അടക്കം സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് പക്ഷെ അവർക്ക് തന്നെ അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നു. കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയിലടക്കം രാഹുൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വേദിയിൽ നിന്ന് പലപ്പോഴും ഈ BJP ജില്ലാ അധ്യക്ഷനടക്കം ഇറങ്ങിപ്പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. മുൻ നഗരസഭാ ചെയർപേഴ്സൺ രാഹുലിനൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അവർക്ക് വിശദീകരണം കൊടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ തെരഞ്ഞെടുപ്പ് വേദിയിലൊക്കെ സജീവമായി വരികയായിരുന്നു രാഹുൽ. ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ രാഹുലിനൊപ്പം വേദിയിൽ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും VK ശ്രീകണ്ഠൻ MP അടക്കം പല പരിപാടികളിലും രാഹുലിനൊപ്പം പങ്കെടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. വേദിയിൽ വെച്ച് സംസാരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. സംസ്ഥാന ശാസ്ത്രമേള ഉണ്ടായപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ രാഹുലിനൊപ്പം വേദി പങ്കിടുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം സ്ഥലം MLA ആണ് രാഹുൽ. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം വേദി പങ്കിടില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി. മന്ത്രി K കൃഷ്ണൻകുട്ടിക്ക് പലതവണ വേദി പങ്കിടേണ്ടി വന്നു. അങ്ങനെ ഒരു സാധാരണഗതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് രാഹുലിന് ഇടുത്തി എന്ന പോലെ രാഹുലിന് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് ഈ അതിജീവിതയുടെ വെളിപ്പെടുത്തൽ. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തലിനെ കുറിച്ച് വിവരങ്ങൾ ഇല്ല, രാഹുൽ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നിഖിൽ പ്രമേഷ് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.